ജേക്കബ്, ഒരുപക്ഷേ താങ്കൾ ആദ്യം ഈ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധിയെ താങ്കൾ ഒന്ന് തലോടിയെന്നാണ് കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ചില വിഷയങ്ങളുണ്ട്. എത്ര സമർത്ഥമായാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വലിയ ചില വിഷയങ്ങളെ ഒതുക്കിക്കളയുന്നതാണ്. അതിൽ തന്നെ പി കെ ഗോവൻ ചൂണ്ടിക്കാട്ടിയതാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിരിച്ച പണമെവിടെ. അതോടൊപ്പം തന്നെയാണ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിൻ്റെ പങ്ക് ആൻ്റോ ആൻ്റണി 2 കോടി രൂപ വാങ്ങി എന്നുള്ളത് ആൻ്റോ ആൻ്റണി അടക്കം സമ്മതിക്കുന്നത്, ആ ഫിനാൻസുകാരൻ എന്ന് പറയുന്നത്. അങ്ങനെ വലിയ വ്യാപകമായ രീതിയിൽ കൊള്ള 3,20,00,000 രൂപ സ്പോൺസർഷിപ്പായി കൊടിമരം സ്ഥാപിക്കാൻ കൊടുത്തു. എത്രയധികം ഇന്ന് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചില സിനിമാ നടന്മാർ സംവിധായകന്മാർ വരെ അവർ കൊടുത്ത സ്വർണ്ണത്തിൻ്റെ കണക്കുകളടക്കം പറയുന്നു. അങ്ങനെ കൊള്ളയും കൊള്ളിവയ്പും നടത്തിയ കൂട്ടരാണ് വന്നിരുന്നത് ഇവിടെ 4 കോടിയുടെ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ വലിയ പ്രശ്നമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി കെ ഗോവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കർണാടകത്തിലെ അവരുടെ മുഖ്യമന്ത്രി, കർണാടകത്തിലെ സർക്കാർ അവിടെ പാവങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ വീട് ഇടിച്ചു നിരത്തുമ്പോൾ ഇവിടെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അത് ദൂർത്താണെന്നും തട്ടിപ്പാണെന്ന് തോന്നുകയും ചെയ്യും. ഞാനത് ആ വിഷയങ്ങളിലേക്ക് വരുന്നു. സി കെ ജേക്കബ്, എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷം എന്ന് പറഞ്ഞ എതിർപക്ഷമായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുന്ന പോലെ മാധ്യമങ്ങളുടെ അജണ്ട എന്താണ്? എന്തിനീ വാർത്തകൾ തമസ്കരിക്കുന്നു? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത് നമ്മൾ കണ്ടത്, ഞാനതിനകത്ത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കണ്ടത് അതിദാരിദ്ര്യമുക്തം പരിപാടിയുടെ അതുമായി ബന്ധപ്പെട്ടാണ്. അതിനെതിരെ എന്തുമാത്രം നെഗറ്റീവ് ക്യാമ്പയിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയത്. അതൊരു PR എക്സർസൈസാണ് എന്ന് പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് എല്ലാ സർക്കാർ പ്രോഗ്രാമിലും ഉണ്ടാകുന്നത് പോലെ ചെറിയ ചെറിയ വീഴ്ചകൾ അവിടെ ഇവിടെ ഉണ്ടാകും. സർക്കാർ തന്നെ പറഞ്ഞു അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. കേരളത്തിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമല്ല സത്യത്തിൽ അവർ അഡ്രസ്സ് ചെയ്ത്. അതിദാരിദ്ര്യം എന്നുള്ളത് ചില പ്രത്യേക കോണ്ടെക്സ്റ്റുകൾ നിശ്ചയിച്ചുകൊണ്ട്, അതായത് കോൺക്രീറ്റ് വീടിനുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആരുമില്ലാത്ത വീട്, അത് സാധാരണഗതിയിൽ അങ്ങനെ വരുന്നതല്ല. അപ്പോൾ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത്. ചിലപ്പോൾ ഏതെങ്കിലും അങ്ങനത്തെ കണക്കുകൾ ധാരാളമുണ്ട്, അങ്ങനത്തെ ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇത്തരം മനുഷ്യരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിലേക്ക് സർക്കാരിൻ്റെ സഹായം എത്തിക്കുക, സമൂഹത്തിൻ്റെ, സത്യത്തിൽ അത് സർക്കാർ നേരിട്ടല്ല, അത് പഞ്ചായത്തുകളും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കി വിജയിപ്പിച്ചൊരു പദ്ധതി. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ അതിന് മേൽനോട്ടം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡ് കൗൺസിലർമാരും ഗ്രാമസഭകളും ഏറ്റെടുത്ത് നടപ്പാക്കി വിജയിപ്പിച്ച ഒരു പദ്ധതിയാണ്. നമ്മൾ സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് കുറച്ച് സ്കെപ്റ്റിക്കലായിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു പദ്ധതിയിൽ മാത്രം സർക്കാർ ജീവനക്കാരും അവർ കൈമൈ മറന്ന് അധ്വാനിച്ചു. കേരളത്തിന് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നു. എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ കണ്ടത്? എന്തുമാത്രം നെഗറ്റീവ് ക്യാമ്പയിനാണ് അതിൽ അടിച്ചുവിട്ടത്. ഞാൻ അപ്പോഴും അന്ന് ആ സമയത്തൊക്കെ ഞാൻ കോൺഗ്രസ്സുകാരോടും പറയുമായിരുന്നു, അന്ന് 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോൺഗ്രസ്സുകാരുടെയാണ്, അപ്പോൾ UDFൻ്റെയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ 40% ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. അതുപോലും എടുക്കാതെ, അതുപോലും അവർക്ക് വകവെച്ച് കൊടുക്കാതെ ആ പദ്ധതിയെ ടാർണിഷ് ചെയ്യാനുള്ള വലിയ ശ്രമമാണ് നടന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്നുള്ളത് ഞാൻ കാണുന്നത് ഈ ശരിയായ വസ്തുതകൾ മനുഷ്യർക്ക് അറിയാതെ പോകുന്നു. കേരളം എന്നുള്ളത് ജീവിക്കാൻ കൊള്ളാത്ത ഒരു നാടാണ് എന്നൊരു കഥ ഉണ്ടാക്കുകയാണ്. ആർക്കാണ് അതുകൊണ്ട് ഗുണം? ഇത് മാത്രമല്ല, ഈ അതിദാരിദ്ര്യമുക്തം പരിപാടി ഒരു സക്സസ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പം UDFൻ്റെ ഒരു MP പാർലമെൻറ്റിൽ പോയി ചോദിക്കുകയാണ്, ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ സംസ്ഥാനത്തിന് കൊടുക്കുന്ന അരിയുടെ അളവിൽ കുറവ് വല്ലതും വരുത്തുന്നുണ്ടോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അത് ഭീകര പ്രവർത്തനമാണ്, കേരളത്തിനെതിരെയുള്ള ഒരു അട്ടിമറി പ്രവർത്തനമാണ്. ഇങ്ങനെ എന്തിനാണ് നെഗറ്റിവിറ്റി കാണുന്നത്? ഈ സർക്കാർ ഒരു 10 വർഷം പ്രായമായ ഒരു സർക്കാരിനെതിരെ 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. അതിനെതിരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ ശ്രീ MP രാജേഷ് പറയുന്നത് കേട്ടു, ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന്. ശ്രീ VD സതീശൻ തെറ്റായിട്ടാണെങ്കിൽ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് കിട്ടും, ഞങ്ങളൊരൊറ്റ ഹർത്താൽ പോലും നടത്തിയിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു UDFന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്തത്? എന്താണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആരോപണം കൊണ്ടുവരാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ കുറച്ചൊന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? കുറച്ചൊന്ന് മാധ്യമങ്ങളോട് ചോദിച്ചാൽ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് അസംബന്ധവും പറഞ്ഞാൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തോളും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന അസംബന്ധം UDF ഏറ്റെടുത്തോളും. ഈ കൂട്ടുകൃഷി കൊണ്ട് നഷ്ടമെന്നൊന്നും ഞാൻ അതൊരു നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് എന്ന് മാത്രമല്ല, LDFോ CPMോ
അതിന് ഈക്വലായിട്ടുള്ള ഒരു പ്രചരണ യന്ത്രം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ആ ആശുപത്രിയുടെ കേസ് നോക്കുകയായിരുന്നു. കൊല്ലത്തൊരു ESI ആശുപത്രി. ഇന്നലെ BJP നേതാവ് വന്ന് ഇരുന്ന് പറയുകയാണ്, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആശുപത്രി വേണം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോരെ, എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അത് ഈ സർക്കാരിൻ്റെ വൈരനിര്യാതന ബുദ്ധി കൊണ്ടല്ലേ? എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യമുണ്ട്, അതായത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം എന്നുള്ള എസൻഷ്യലാണ് എന്ന് സർട്ടിഫൈ ചെയ്യണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ഇന്ന ഫെസിലിറ്റികളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, കെട്ടിടങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി അപ്രൂവ്ഡ് പ്ലാൻ അതിനകത്തുണ്ടാവണം. എന്നിട്ട് സർക്കാർ ഒരു കാര്യം കൂടി പറയണം, അത് നിർബന്ധമായിട്ടും പറയണം, ഈ സൗകര്യങ്ങൾ ഇവരുണ്ടാക്കാമെന്ന് പറഞ്ഞ സൗകര്യങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നുള്ളതാണ് അത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. സർക്കാർ ഇതിനെ ചലഞ്ച് ചെയ്തപ്പം നിങ്ങൾ കൊടുത്ത അണ്ടർടേക്കിംഗ് ആണ്, അതുപ്രകാരം ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ ESIയുടെ ഹോസ്പിറ്റൽ എടുത്തിട്ട് സംസ്ഥാന സർക്കാരിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് അവസാനം സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞത്, നിങ്ങൾ ഈ ഫെസിലിറ്റികൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നോംസിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ട്, ഈ പ്ലാൻ അപ്രൂവ്ഡ് ആക്കി തരണം. ഇത് കൊടുക്കാൻ അവർക്ക് പറ്റില്ല. ഇത് കൊടുത്തില്ല. ഇത് കൊടുത്താൽ ഇത് അപ്രൂവ്ഡ് ആയിട്ട് പ്ലാൻ കൊടുത്താൽ ആ നിമിഷം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇത് എത്ര വ്യാഖ്യാനിച്ചിട്ടുണ്ട് CPM ഓ LDF ഓ. കൈരളി ചാനൽ ഒരു ചർച്ച നടത്തിയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം നുണ പറഞ്ഞ് നടത്തുന്ന രാഷ്ട്രീയത്തെ എതിർക്കാൻ LDF ആവശ്യമായ സമയവും വിഭവങ്ങളും ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് UDFന് ലാഭമാണ്. ഇപ്പോൾ കൊല്ലത്തെ മനുഷ്യർ മുഴുവൻ വിശ്വസിക്കുന്നത് അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. 600 കോടി രൂപ നിക്ഷേപം വരേണ്ട ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കി എന്നുള്ളതാണ് ആ മനുഷ്യർ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ജൂണിൽ തീരുമാനമെടുത്തിട്ട് ഒരു പ്ലാനെങ്കിലും ഉണ്ടാക്കാൻ, ESI ബോർഡിൻ്റെ മെമ്പറാണ് കൊല്ലത്തെ MP. ESIയുടെ അതിൻ്റെ ഗവേണിംഗ് ബോർഡിലെ പാർലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത മെമ്പറാണ് കൊല്ലത്തെ MP. ജൂണിൽ തീരുമാനമെടുത്തിട്ട് ജനുവരി വരെയുള്ള 6 മാസം കൊണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ എങ്കിലും കൊടുക്കാൻ ESI ബോർഡിനെ നിർബന്ധിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ആ പ്ലാൻ ഇല്ലാത്ത പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ സർട്ടിഫൈ ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. അത് എത്ര പേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ LDFന് പറ്റിയിട്ടുണ്ട്? അതാണ് പ്രശ്നം.